എന്റെ ഷെയറിങ് വന്നേര്. എന്റെ ഷെയറിങ് വന്നേക്കാൻ ഞാൻ തരില്ല. ഞാൻ തരില്ല. എന്റെ ഷെയർ ഇടിച്ചാൽ കൂമ്പ് പട്ട് നിർത്തോണം. ചുമ്മാ അടങ്ങിയിരുവോ? ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. മര്യാദക്ക് എന്റെ ഷെയർ മേടിക്കാൻ എനിക്കറിയാം. ഏയ് ചുമ്മാ അടങ്ങിയില്ല, ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. എന്റെ ഷെയറിങ് എടുത്താ ചേട്ടൻ അറിയാലോ, ഞങ്ങളും എന്റെ അപ്പനും കൂടെ കൂടിയായിരുന്നു വന്ന് ഷെയർ ഇട്ട സാധനം അടിക്കുന്നത്. ഈ അപ്പനും കൂടി ഒരുമിച്ച് ഷെയർ ഇട്ടടിക്കുന്ന നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ. അതെ. ഇന്ന് എന്റെ 200 രൂപ ഞാൻ ഷെയർ ഇട്ടു, അച്ഛന്റെ ഷെയറും കൂടി 200 രൂപ ഞാനും ഇട്ടു. ആ ഷെയറാണ് ഞാൻ ചോദിക്കണത്. കേട്ടതാ കണ്ട ആ കളവൻ ചോദിക്കുന്നുണ്ട്. കളവൻ എന്റെ ഷെയർ കിട്ടണം. എന്റെ പൊന്നെണ്ണ, നിങ്ങളെ ഷെയർ കൂടി ഇട്ടില്ലേ, പിന്നെ ഷെയർ ചോദിക്കണത്? ഞങ്ങൾ ഷെയർ ഇട്ടൊരു ഫുള്ള് വാങ്ങിച്ചേ, ആ ഫുള്ളിൽ നിന്ന് ഒരു തൊള്ളി പോലും എനിക്ക് വേണ്ട. വേണ്ടേ? ആ ഷെയർ ഇങ്ങോട്ട് തന്നെ ഞാൻ പൊക്കോളാം. അത് വേണ്ടത് ചോദിക്കണത്. എന്റെ പൊന്നേട ഞാൻ കൊടുക്കത്തില്ല. ഷെയർ തന്നില്ലെങ്കിൽ നിന്നെ ഇന്ന് വീട്ടിൽ കയറ്റി വീട്ടിൽ കൂമ്പോട്ടിക്കളാ. ഇത് ന്യായം. അടുത്ത കുപ്പി വാങ്ങിക്കാൻ വേണ്ടി എന്റെ 200 രൂപ ഷെയർ. ഷെയറിൽ കള്ളവില്ലേ? ഇനി നിന്റെ ഷെയർ 200 രൂപ കൊടു. ഷെയറിൽ കള്ളമില്ല? ഇല്ല. അപ്പം ഓക്കെ, എന്റെ ഷെയർ 200 രൂപ ഞാനും ഇട്ടു. നീ ഷെയർ ഉണ്ടോ? പിന്നെ നീ ഇത് മേടിച്ചു പിടിച്ചിരിക്കണേ. അടുത്ത കുപ്പി എടുക്കാൻ വേണ്ടി 200 400 രൂപ എന്റെ ഷെയർ പിടിച്ചോ. ഇനി നിന്റെ ഷെയർ 400. എന്റെ 400 രൂപയൊന്നുമില്ല, എന്റെ പൈസ ഇല്ല. ഇനി 10 പൈസ എടുക്കാനില്ലേ? 10 പൈസ എടുക്കാം. ഇല്ലെങ്കിൽ കൂച്ചണ്ട, പൈസ ഉള്ളവര് കൂച്ചിക്കൊള്ളാം. ശരിക്കും നീയാണോ കഴിക്കാൻ? നിന്റെ അച്ഛനാണോ കഴിക്കാൻ? എടാ, നിന്റെ അച്ഛൻ നിന്നെ പറ്റിച്ചാണ്. അങ്ങനെ നിന്റെ പൈസ വാങ്ങിച്ചാ ക്യൂ കയറിക്കുന്നുണ്ട് സാധനം എടുക്കാൻ വേണ്ടി. ചെന്ന് ചോദിക്കടാ. പോലീസ് വരും. എന്താ മനുഷ്യ ഇത്? ഈ കള്ളുകൂടിയന്മാരുടെ ഇടയിലാണ് ഈ കല്യാണം നടത്താൻ പോന്നെ. കള്ളുകൂടിയന്മാർ അവിടെ അല്ലേ കിടക്കുന്നത്? നീ ഇങ്ങോട്ട്, ഇതാ നമ്മുടെ മണ്ഡപം. അല്ലേലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലല്ലോ. നീ പറയുന്നത് ഈ നാട്ടിൽ എത്രയോ നല്ല കല്യാണ മണ്ഡപങ്ങളുണ്ട്, എന്നിട്ടാണ് ഇവിടെ കൊണ്ടുവച്ച് കല്യാണം നടത്തുന്നത്. ഈ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാൻ നേരത്ത് ഈ ബിവറേജ് ഇവിടെ ഇല്ലായിരുന്നു. ഹൈവേലങ്ങാണ്ട് കിടന്ന് ബിവറേജ് ഇവിടെ കൊണ്ടുപോകുന്നത് ഞാൻ അറിഞ്ഞോ? ഇങ്ങോട്ട് നീങ്ങില്ലേ? നമുക്ക് ഇങ്ങോട്ടല്ലേ കയറേണ്ടത്? അച്ഛനോട് ഞാൻ പറഞ്ഞാണ് എനിക്കിപ്പോ കല്യാണം വേണ്ടത്. ഇപ്പൊ വേണ്ട മക്കളെ, ഒരു 11:30 ആകുമ്പോഴേ ഉള്ളു. 2 മണിക്കൂർ നീ കിടക്കില്ലേ? തന്നെയല്ല, ഇപ്പൊ ഈ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ 10 വർഷത്തേക്ക് പിന്നെ കല്യാണമേ ഇല്ലെന്നാ ജോത്സ്യം പറഞ്ഞേക്കുന്നേ. അയ്യോ, അതുകൊണ്ടല്ലേ മക്കളെ പെട്ടെന്ന് ഞങ്ങൾ കല്യാണം നടത്താൻ. അതെ അതെ. പിന്നെ ചേട്ടൻ ആ കട്ടപ്പനയിലെ കുഞ്ഞമ്മ മക്കളെ കല്യാണം വിളിച്ചിട്ടുണ്ട്? ഞാൻ വിളിച്ചില്ല. അയ്യോ, അവിടുന്ന് ഒരു വണ്ടി നിറയെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോൺ വന്നിരിക്കുന്നു. ചേട്ടാ, വിളിക്കാത്തവരാണല്ലോ എല്ലാം കല്യാണത്തിന് വരുന്നത്. അച്ഛൻ എന്റെ കൂട്ടുകാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാൻ സ്ഥലമില്ല, അവരൊക്കെ പുറത്തിറങ്ങി നിൽക്കുവാന്ന്. ഇങ്ങനെ ആള് ഓടിക്കഴിഞ്ഞ പോലീസ് വന്ന പ്രശ്നം ഔട്ടാ. മക്കള് വിഷമിക്കണ്ട, അച്ഛൻ ഇവിടെ മാത്രമല്ല ഡൽഹിയിലും പിടിയുണ്ട്. പോലീസ് കഴിഞ്ഞ് വരട്ടെ. ഞാൻ പോലീസ് വരുമ്പോൾ ഇത് തന്നെ പറഞ്ഞു. അപ്പൊ ആര് പൈസ തന്നാലും അച്ഛനും മോളും അത് എന്നെ ഏൽപ്പിക്കണം. പൈസ കൈകൊണ്ട് വാങ്ങിക്കരുത്. അതിന് നമ്മളിവിടെ QR കോഡ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ QR കോഡിനകത്തേക്ക് പൈസ ഇടുന്ന ഒരു ഏർപ്പാടുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. നിന്റെ മോളെ കല്യാണോ? പിന്നെ എന്റെ മോളെ കല്യാണം അല്ലേ? പരിചയം ഉണ്ടല്ലോ നിനക്കെന്നെ. പിന്നെ നമ്മള് വലിയ പരിചയം. നീ എന്നെ കല്യാണം വിളിച്ചാ? ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിച്ചല്ലോ, കൊതുവിനെ അടിച്ചതാണ്. അല്ല, നിന്നെ കല്യാണം വിളിച്ചില്ലേ? വിളിച്ചില്ല. ഞാൻ കല്യാണത്തിന് വരുന്നതാണ്. ഇതാണ് എന്റെ കട. എന്റെ ഭാര്യ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഭാര്യയോട് നിന്റെ ഭാര്യയോട് കല്യാണം വിളിച്ച്. അപ്പൊ നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞാ ഞങ്ങൾ വിചാരിച്ചത്. നിന്റെ ഭാര്യ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യ അടുത്ത് പറഞ്ഞു. പക്ഷെ എന്റെ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എന്റെ ഭാര്യ കല്യാണം വിളിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ വന്നപ്പോ നിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്റെ ഭാര്യ എന്തായാലും നിന്റെ ഭാര്യയോട് കല്യാണം വിളിക്കുമല്ലോ. അപ്പൊ നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞതാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനല്ലേ ഞങ്ങൾ കരുതിയത്. നിന്റെ ഭാര്യ എന്റെ ഭാര്യ പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് പറയണം. എങ്ങനെ കല്യാണത്തിന് വരാൻ പറ്റുള്ളൂ. എന്നാ വിഷയം? കല്യാണം വിളിക്കണം. നിന്റെ ഭാര്യ ഒരു കുറച്ച് സമയം വീട്ടിൽ നിൽക്കാൻ പറ. കല്യാണം വിളിക്കാൻ വേണ്ടി നീ എന്തോടാ പറഞ്ഞു കയറി പോകുന്നത്? നിന്നെ ഇപ്പൊ കല്യാണം വിളിക്കണം, അത്രയല്ല അത്രേ ഉള്ളൂ. നിന്നെ കല്യാണം വിളിക്കാൻ പോവാണ്. എന്റെ ഭാര്യയുടെ കല്യാണമാണ് നീ വരണം. എന്റെ ഭാര്യയുടെ മോടെ കല്യാണമാണ് നീ വരണം. എന്റെയും ഭാര്യയുടെയും മോള് എന്റെ മോടെ കല്യാണമാണ്. നീ വരണം, വല്ലതും തരണം, അല്ലേ നിന്റെ മരണം. നീ വരണമെന്ന് എന്നാ പോലെ വല്ലതും തരണം. വരണോ? എടാ, എന്തെങ്കിലും തരണമെന്ന്. ഞാൻ തന്നിട്ടേ പോവും. നിങ്ങൾ അങ്ങോട്ട് നിൽക്കും മക്കളെ, നിങ്ങൾ അങ്ങോട്ട് നിൽക്കും. ഇതെല്ലാം കൂടെ കണിട്ട്
പുള്ളി ഒരു ആന്തലാന്തിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. പെട്ടെന്ന് ബക്കറ്റ് എടുത്തോണ്ട് ബാത്റൂം അപ്പുറം ഓടി ചെല്ലു പെട്ടെന്ന് അതല്ല, നിങ്ങൾ 20 പേരല്ലേ കാണുമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ 200 പേരോളം കല്യാണത്തിന് വന്ന് ഇവർക്കെല്ലാം കൂടെ ഞാൻ എങ്ങനെ കൊണ്ട് കൊടുക്കും? നിന്നെ ഈവന്റ് മാനേജ്മെന്റ് ആയിട്ടല്ലേ ഏർപ്പാട് ചെയ്തത്? അല്ല, നീ മദ്യം വാങ്ങിച്ചിട്ട് ആർക്ക് കൊണ്ടുവന്നു? ഇത് നമ്മുടെ കല്യാണത്തിന്റെ ആൾക്കാർക്ക് വേണ്ടി തന്നെ. കല്യാണത്തിന് ആർക്ക് കൊടുക്കാന്? നമ്മുടെ പാചകക്കാരെല്ലാം പാചകം കഴിഞ്ഞിട്ട് അവിടെ ക്ഷീണിച്ചിരിക്കല്ലേ, അവർക്കൊന്ന് കൊടുക്കണ്ടേ? കൊടുക്കണം. നാദസരക്കാർ നാദസരം വായിച്ചിട്ട് വരുമ്പോ ക്ഷീണിക്കൂലേ? ക്ഷീണിക്കും. ഒന്ന് കൊടുക്കണ്ടേ? കൊടുക്കണം. വിളമ്പാര് വിളമ്പിട്ട് വരുമ്പോ ക്ഷീണിക്കും. ഒന്ന് കൊടുക്കണ്ടേ? കൊടുക്കണം. ഇതെല്ലാം കഴിയുമ്പോ ഞാൻ അങ്ങ് ക്ഷീണിക്കും. എനിക്ക് ഒരെണ്ണം തരണ്ടേ? നിനക്കൊന്നല്ല, നിനക്ക് 2 എണ്ണം തരും. ഒന്ന് മതിയായിരുന്നു. അതല്ല, ഇതൊക്കെ നേരെവേ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെയും തരുമെന്ന്. ചേട്ടാ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം വളരെ കൃത്യമായി ഉത്തരവാദിത്തോടെ നടത്തി തരും. നീ എന്താണ് ഉത്തരവാദിത്തോടെ നടത്തിയത്? മധുവിനെ കൂട്ടനെ എത്തിച്ചില്ലേ? മധു? ഏത് മധു? മധു അല്ല, മധുവിനെ കൂട്ടനെ കൃത്യമായി ഇവിടെ എത്തിച്ചില്ലേ? മധു എന്ന് പറഞ്ഞ എന്റെ മോളല്ലേ? അതെ. അവളെ ഞാനല്ലേ കൊണ്ടുവന്നത്. അത് കൃത്യമായി ഇവിടെ എത്തിയെന്ന് ഞാൻ ചേട്ടനോട് വന്ന് പറഞ്ഞില്ലേ? കല്യാണ മണ്ഡപം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് തന്നില്ലേ? ഞാനല്ലടാ കല്യാണ മണ്ഡപം 6 മാസം മുമ്പ് ബുക്ക് ചെയ്തത്. 6 മാസം മുമ്പ് ബുക്ക് ചെയ്ത് പോയാലും ഇന്നായിട്ടാണ് കല്യാണം വന്ന് കറക്റ്റ് വന്ന് അറിയിച്ചില്ലേ? ഇതായിരുന്നു നിന്റെ ജോലി? ഇതൊക്കെയാണ് PU ചാണ്ടി ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ വിജയം. എന്ത് പൂച്ചാണ്ടിയാലും ഇതിന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അവമാനിക്കല്ലേ, പൂച്ചാണ്ടി അല്ല, PU ചാണ്ടി എന്റെ അച്ഛന്റെ പേരാണ്. പൂച്ചാണ്ടി നിന്റെ അച്ഛന്റെ പേരാ? അല്ല, PU ചാണ്ടി. ചേട്ടാ, ഈ കല്യാണം നമ്മൾ പൊളിച്ചെടുക്കും. പൊളിച്ചാൽ നിനക്ക് കീച്ചു തരും ഞാൻ കേട്ടോ. ഒരു കല്യാണത്തിന് ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാനൊരു ഉഗ്രൻ ഗായകനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാരാ? കേട്ടിട്ടില്ലേ? ഇല്ല. ജൂനിയർ വിജയ് യേശുദാസ്. ഹലോ, ഞാൻ പ്രോഗ്രാം സ്പോട്ട് എത്തി. ഇപ്പോഴൊന്നും വിളിക്കാതെ, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ. നമസ്കാരം. ഹലോ, നമസ്കാരം. ചുക്ക് വെള്ളം ഉണ്ടോ? ഒരു ചുക്കും ഇല്ല ഇവിടെ. സൗണ്ട് സിസ്റ്റം റെഡി ആക്കിയിട്ടില്ലേ? സൗണ്ട് സിസ്റ്റം ഇല്ല. സൗണ്ട് സിസ്റ്റം ഇല്ലേ? ഇല്ല. അയ്യോ, എങ്കിൽ എനിക്ക് പാടാൻ പറ്റില്ല, ഞാൻ പോണ്. ഫോട്ടോ വേറെ ആരും വിളി. അല്ല, മൈക്കുണ്ടോ? മൈക്കില്ല. മൈക്കില്ലേ? മൈക്കില്ല. മൈക്കില്ലെങ്കിൽ എങ്ങനെ പാടും? ശരിയാവില്ല, ഞാൻ പോകുന്നു. സോറി. വേണ്ട, അവനെ പറഞ്ഞു വിട്ടേരെ, അത്രയും കാശ് കുറയുമല്ലോ. പറഞ്ഞു വിട്ടേരെ. ഇപ്പൊ എത്ര പേരുണ്ട് എല്ലാം കൂടെ? എല്ലാം കൂടെ 10-200 പേര് വരും. 200 പേരുണ്ടോ? ഈ 200 പേരെ കൂടെ എന്റെ അടുത്തേക്ക് അടുപ്പിച്ചിരുത്തി. അങ്ങനെ പറ്റത്തില്ല, സാമൂഹ്യം പാലിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. വേണ്ട, എന്റെ പച്ച തൊണ്ടലി അവരുടെ ഇറങ്ങി ചെന്ന് പാടിക്കോളൂ. അങ്ങനെ പാടാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി. ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു കല്യാണ ഇവന്റ് കഴിഞ്ഞ് വരുന്ന വഴിയാണേ. അവിടെ എന്റെ സ്പെഷ്യൽ റൈറ്റും ഉണ്ട്. ഞാൻ തന്നെ സൃഷ്ടിച്ച കിട്ടില്ല മാസ്റ്റർ പീസ്. ഒന്ന് കീച്ചിയാലോ? കീച്ചണ്ട. അല്ല, കീച്ചാന്നേ. വെള്ളാരപ്പൂമല മേലേ, വെള്ളാരപ്പൂമല മേലേ, വെള്ളാരപ്പൂമല മേലേ, വെള്ളാരപ്പൂമല മേലേ, വെള്ളാരപ്പൂമല മേലേ, വെള്ളാരപ്പൂമല മേലേ. എങ്ങനെയുണ്ട്? എവനെ വിടണ്ട. പിന്നെ വിടണ്ടത് ഉറപ്പിച്ചു. എന്തുകൊണ്ടാന്നറിയാം? ചിലപ്പോ ആള് കൂടുതലായിട്ട് പോലീസ് വരും. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ വിട്ടൊരു പാട്ട് പാടിച്ചാൽ മതി, ആള് ചെതറി ഓടിക്കൊള്ളും. അല്ല, മറ്റേ വിളമ്പുകാരെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് വിളമ്പുകാരൊക്കെ കൃത്യമായിട്ട് എത്തും. അഥവാ ഇനി വിളമ്പുകാർ വന്നില്ലെന്ന് വെച്ചോ, അതിനൊക്കെ ആള് റെഡിയാണ്. ആര് റെഡിയാ? നിക്കണേ. എവനാ? ടീ, കോഫി, ചായ എന്നിവ റെഡിയാണ്. അല്ല, ഇവൻ പാട്ടുകാരനല്ലേ? ആളെ കുറയ്ക്കാനല്ലേ ചേട്ടൻ പറഞ്ഞത്? ഇതിൽ കൂടുതൽ എങ്ങനെ കുറയ്ക്കും? ഇങ്ങനെ അങ്ങ് കുറയ്ക്കൊന്നും കരുതിയില്ല. ശരി, ഓക്കെ. അയ്യോ ചേട്ടാ, വരുന്ന കൂട്ടരും എത്തി. ഇത്രയും പേരേ ഉള്ളൂ? അല്ല, ഞങ്ങൾ 3 പേരെ ഇതുവഴി വന്നിട്ടുള്ളൂ. ബാക്കി 500 ഒരു ബസ്സിനകത്താ. ബസ്സിനകത്തിരിക്കുകയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, മണ്ഡപത്തിന്റെ പുറകെ കൂടെ മതിൽ കയറി അകത്ത് കയറാം. അയ്യോ, വേണ്ട, എല്ലാവർക്കും ഊണ് ബസ്സിനകത്ത് തന്നെ കൊടുത്തേക്കാം. ആണോ? അതെ, ഇറങ്ങണ്ട, ബസ്സിൽ തന്നെ എഴുതാ മതി. ഊണ് അവിടെ തരും. ശരി, സ്വീകരിക്കാനുള്ള സമയമായി. പനിനീര്. ഒരു തോർത്ത് തരാമോ? എന്തിനാ? തല പനി പിടി. പനിനീരായിരുന്നു. പനിനീരാ? ഞാൻ കാലൊന്ന് കഴുകട്ടെ. സോപ്പ് എടുത്തരാവോ? എന്തിനാ? അല്ല, കാലൊന്ന് വൃത്തിയായിട്ട് കിടാനാ. ഇതൊന്നും വിളിക്കാതാണ് രാവിലെ ഇറങ്ങി. ബൊക്കെ കൊടു. ഇത്രയും പൊക്കാ മതിയോ? അതല്ല, ബൊക്കെ കൊടുക്കാൻ. ആഹാരം ഇട്. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ആഹാരം? അതല്ല, ആരം ഇവിടെ. എവിടെ? പക്കമേളം വരട്ടെ, പക്കമേളം. സ്വീകരിച്ചാനയിക്കാൻ പക്കമേളം വരട്ടെ. ഇവൻ പാട്ടുകാരനല്ലേ? അല്ല, ആളെ കുറയ്ക്കണമെന്ന് പറഞ്ഞു. ആളെ കുറയ്ക്കാൻ പറഞ്ഞ ഇങ്ങനെ അങ്ങ് കുറയ്ക്കൂ? സ്വീകരിച്ചട്ടെ. വായിര്. അകത്തോട്ട് പോവാം. അതാരാ? എന്താ ഇവിടെ?
ഇവിടെ ആൾക്കൂട്ടം കല്യാണമാണ് സാറേ, കല്യാണം. കല്യാണമാണെന്നും പറഞ്ഞ് കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നോക്കാൻ ഇങ്ങനെ ആൾ കൂടിയാൽ എങ്ങനെ ശരിയാകുന്നത്? RT-PCR ടെസ്റ്റ് റിസൾട്ട് വേണം ഇങ്ങനെ ആൾ കൂടി നിൽക്കണമെങ്കിൽ. നിങ്ങൾക്ക് അതുണ്ടോ? ഉണ്ടോ? ഉണ്ടോന്ന്? ഉണ്ടോ? ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രശ്നമാണ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു. ഒരു കാര്യം ചെയ്യ് കോൺസ്റ്റബിൾ സാർ, നമുക്ക് കേസെടുക്കാം. എപ്പിഡമിക് ആക്ട് പ്രകാരം ഇയാളുടെ പേരിൽ കേസെടുത്ത് ഇയാളെ ജീപ്പിൽ കൊണ്ടിരുത്ത്. സാറേ ഇവനെ കൊണ്ടുപോരുത്. അതെന്താ? ഇതാണ് പെണ്ണ് കെട്ടാനുള്ള ചെറുക്കൻ. ഇതാണ് ചെറുക്കനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോവിഡ് പ്രോട്ടോകോൾ തെറ്റിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. ഒരു കാര്യം ചെയ്യ്, ചെറുക്കനാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചെറിയ കൺസെഷൻ നിങ്ങൾക്ക് തരാം. എന്താണ് സാറേ? ഇവൻ പോയി ഒരു ടെസ്റ്റ് റിസൾട്ട് എടുത്തോണ്ട് വരട്ടെ. അയ്യോ, നമുക്ക് കല്യാണം ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് സമയം കഴിയും, ദിവസവും കഴിയും. എന്റെ പൊന്ന് സാറേ, ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 10 വർഷത്തേക്ക് കൊച്ചിന് മംഗല്യഭാഗ്യം ഇല്ലെന്നാ ജോത്സ്യം പറഞ്ഞേക്കുന്നത്. സാർ എങ്ങനെയാലും ഞങ്ങൾക്ക് എനിക്കൊന്നും ചെയ്യാനില്ല. അത് ജോത്സ്യം പറഞ്ഞ കാര്യം. പക്ഷേ സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവനെ ഞാനിപ്പം കൊണ്ടുപോകും. മക്കള് വിഷമിക്കാതെ. മക്കള് മുമ്പേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞതോ? ചുമ്മാ പറഞ്ഞത്. മക്കള് വിഷമിക്കണ്ട. അച്ഛന് മോളി പിടിയുണ്ട്. പോലീസ് എനിക്ക് വിഷയമില്ല. മക്കൾ അവിടെ ധൈര്യമായിട്ട് ഇല്ലേ? ആ കൊച്ചു കരയുന്നുണ്ടല്ലേ സാർ? ഇത്തിരി മനസ്സലിവ് എനിക്ക് സാറേ. എടോ, ഈ കാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു മനസ്സലിവും പാടില്ല. ഇതെന്താണ് താൻ പഠിക്കുന്നത്? സാറേ എന്താ ഇവിടെ വെച്ചല്ല കല്യാണം നടത്തുന്നത്, മണ്ഡപത്തിനകത്ത് വെച്ചല്ലേ കല്യാണം നടത്തുന്നത്. അയ്യോ സാറേ, അത് പറ്റൂല. മണ്ഡപത്തിനകത്ത് ഭയങ്കര ആളാ. നേരത്തെ ഞാൻ കയറി നോക്കിയതാ. അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പകർച്ചവേദി വരും സാറേ. മണ്ഡപത്തിനകത്ത് ഇതിലും ആൾ കൂടുതലുണ്ട്. ഉണ്ട് സാറേ, ആൾക്കൂട്ടം. അപ്പൊ നിങ്ങളുടെ പേര് എല്ലാവരുടെയും പേര് ഞാൻ കേസെടുക്കും. ഇത് ഞാൻ സമ്മതിക്കുന്നില്ല. മണ്ഡപത്തിനകത്ത് വെച്ച് കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ആൾക്കൂട്ടം ഞാൻ സമ്മതിക്കില്ല. അപ്പൊ മണ്ഡപത്തിനകത്ത് വെച്ചും കല്യാണം നടത്താൻ പറ്റത്തില്ല. ഇവിടെ വെച്ചും കല്യാണം നടത്താൻ പറ്റത്തില്ല. ഇവിടെ വെച്ചോ? ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അല്ല, ഇപ്പൊ ഈ ബിവറേജിൽ ആൾ കൂടിയിരിക്കുന്നൊരു കുഴപ്പമില്ലേ? ഇവിടെ താൻ ഈ പത്രം ഒന്നും വായിക്കുന്നില്ലേ? ന്യൂസ് ഒന്നും കാണുന്നില്ലേ? ഒരു കുഴപ്പമില്ല. അതൊരു സർക്കാർ സ്ഥാപനമാണ്, അത് മനസ്സിലാക്കണം. സർക്കാർ സ്ഥാപനമാണ്ട് അതിന്റെ മുന്നേ ആള് കൂടാ. ഒരു കുഴപ്പമില്ല, അവിടെ ആള് കൂടാ. വാ മക്കളെ, പൂജാരി എവിടെ? പൂജാരി ഓ മാംഗല്യ തന്തുനാനേതാ മമതാ കല്യാണ വസ്തു. താലി എടുക്കാ ഇങ്ങള്. താലി ആരും തെറ്റിക്കല്ലേ. അവര് കേസെടുത്ത് കളയും. താലി ഇങ്ങനെ പിടിക്കുക. കെട്ടുക. ഹാരമെടുക്ക. ഹാരം ഇടുക. കെടുക്കിട്ടിടാൻ അവർക്കിട്ടിടണോ? ഹാരം ഇടുക. ദൈവമേ, മുഹൂർത്തത്തിന് എന്നെ കല്യാണം നടത്തിയല്ലോ, അതിന് നന്ദി. സാറേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ സാറിന്? ഇനിയിപ്പോ ഞാനെന്ത് പറയും സാറേ? എന്താ? അവര് വരെ ആക്ഷൻ എടുക്കും സാറേ. എടോ, അവര് ബിവറേജിന്റെ ക്യൂവിലല്ലേ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ആക്ഷൻ എടുക്കും സാറേ? ഇത്തരം സാഹചര്യത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല. എന്നത് കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് ആ ക്യൂവിൽ നിൽക്കുന്നവരെ കൊണ്ട് ഒരു പൈന്റ് എടുപ്പിച്ചാലോ? ഒന്ന് പോടോ സാർ.